ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ഫൈറ്റ് ക്ലബ് സിനിമ കാണാൻ വേണ്ടി ഇറങ്ങണേ. ലോകേഷ് കനകരാജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം ഉണ്ടാകും. 3:30ക്കാണ് ഷോ. നമ്മുടെ ഗോപനും ഉണ്ട് കേട്ടോ. വനിതൻ്റെ സ്ക്രീൻ 1 ഡോൾബി അറ്റ്മോസ് ആക്കാൻ പോണേ കേട്ടോ. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം. അമ്പോ അടിപൊളി. ഇനി എന്തും കൂടി ഡോൾബി അറ്റ്മോസ് ആയ സെറ്റായി. അതും 4K കൂടി ആക്കണം. ഇത് 4K 3D ആണ്, അത് 4K 3D ആണ്, ഇത് 4K 3D ആണ്. വനിതൻ്റെ ക്രിസ്മസ് ആയിട്ട് ഇത് അലങ്കരിച്ചൊക്കെ നല്ല അടിപൊളി ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട്. സെറ്റ്. അപ്പോൾ ഫൈറ്റ് ക്ലബ്ബ് സിനിമ ഉണ്ട്. വീട്ടിലെത്തി. പടം എങ്ങനെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നല്ല എഡിറ്റിങ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, കിഡിലോസ്കി സിനിമാറ്റോഗ്രഫി, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നന്നായിട്ട് സിനിമയിൽ തോന്നിയത്. ആ ഒരു സംഭവം എൻജോയ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓക്കെ. സിനിമ തിയേറ്ററിൽ വർത്ത് വാച്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കഥപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥ സംഭവമായിട്ടൊന്നും എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഫീൽ ആയില്ല. എവിടെയൊക്കെയോ എനിക്ക് അതായത് ശരിക്കും എനിക്കങ്ങനെ ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതായത് അങ്കമാലി ഡയറീസ് എൻ്റെ ഒരു ഫീൽ കിട്ടി ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. അങ്കമാലി ഡയറീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടമാണ്. ഇതിൻ്റെ മേക്കിങ് ചിലയിടങ്ങളിൽ പ്രേമം പോലത്തെ ഒരു മേക്കിങ്, ചിലയിടങ്ങളിൽ അങ്കമാലി ഡയറീസ് പോലത്തെ മേക്കിങ്, ചിലയിടങ്ങളിൽ LJPയുടെ കുറച്ച് ഫാനായ ഒരു ഡയറക്ടറാണോ ഇദ്ദേഹം, അല്ലെങ്കിൽ LJPനെ അസിസ്റ്റ് ചെയ്ത ആരെങ്കിലും ആയിരുന്നോ, അങ്ങനെയൊക്കെ ഫീൽ ചെയ്ത് പോയി. പിന്നെ ചിലയിടങ്ങളിൽ വടാ ചെന്നൈ നമ്മുടെ എന്താണ് അങ്ങനെ ഒരു ഫീല് ചിലയിടങ്ങളിൽ കിട്ടുക. ചിലപ്പോൾ ആ തുറമുഖം സൈഡ് കാണിച്ചുകൊണ്ടാവാം എനിക്ക് ആ ഒരു തുറയിലുള്ള കാര്യങ്ങൾ എനിക്ക് ആ വടാ ചെന്നൈ ഒരു ടൈപ്പ് സാധനം ഇതിനകത്ത് അടിച്ചായിരുന്നു. അങ്ങനെ കുറേ സിനിമകളുടെ ഒരു മിശ്രിതം പോലെയൊക്കെ എനിക്ക് അവളുടെയൊക്കെ തോന്നി. എന്തായാലും ലോകേഷ് കനകരാജ് എന്നുള്ള ഡയറക്ടർ എന്തുകൊണ്ട് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തെന്ന് മനസ്സിലായി. കാരണം വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് തമിഴിൽ സിനിമ വെച്ച് നോക്കുമ്പോൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ രക്ഷ്യത്തിൻ്റെ ഒരു പടമുണ്ട് ഉള്ളിടൻ. എനിക്കത് ആ പടം ഇപ്പോഴും പറയാറിയില്ല. ആ പടത്തിൻ്റെ കുറേ വൈബുണ്ടായിരുന്നു. ഉള്ളിടന എനിക്ക് ആ പടത്തിൻ്റെ പേര് കിട്ടില്ല. നമ്മൾ മലയാളത്തിൽ തമിഴിലൊക്കെ റിച്ചി എന്ന പേരിൽ പടം റീമേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പടം എനിക്ക് തീരെ ഇഷ്ടമല്ല. പക്ഷേ അതിൻ്റെ ഒറിജിനൽ രക്ഷിത്ത് അഭിനയിച്ചിരിക്കുന്ന സിനിമയുണ്ട് ഞാൻ പറഞ്ഞ് കൊളാക്കണം. ആ പടത്തിൻ്റെ പേര് എൻ്റെ വായിൽ ഒരിക്കലും വരില്ല. കന്നഡ അത്ര എളുപ്പമല്ല എനിക്ക് പറയാൻ. അപ്പോൾ എന്തായാലും സപ്തസാഗര ദാച്ചയിലോ തന്നെ ഞാൻ ഒരു വിധത്തിലാണ് പറഞ്ഞ് പഠിച്ച് എടുത്തത്. അപ്പോൾ ആ സിനിമയുടെ പേര് എനിക്ക് കിട്ടണം. എന്തായാലും രക്ഷിത്ത് തന്നെ സംവിധാനം ചെയ്തൊരു പടമാണ്. ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് കാണണം. ആ പടത്തിൻ്റെ ഒരു വൈബൊക്കെ എനിക്ക് ഇതിനകത്ത് പഠിച്ചു. അങ്ങനെ മൊത്തത്തിൽ കുറേ സിനിമകളുടെ ഒരു ഫാനായിട്ടുള്ള ഒരാൾ സിനിമ എടുത്താൽ എങ്ങനെ ഉണ്ടാവും അതുപോലത്തെ ഒരു രീതിയാണ് എനിക്ക് ഈ സിനിമയിൽ ഫീൽ ചെയ്തത്. സെക്കൻഡ് ഹാഫ്, ഫസ്റ്റ് ഹാഫ് നല്ല എൻഗേജിങ് ആയിരുന്നു. പിന്നെ പടം ഒരു നോൺ ലീനിയർ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ഫ്യൂച്ചർ കാണിക്കും, പിന്നെ ഒരു പാസ്റ്റിലേക്ക് വരും, ഇടയിൽ പോകും, പിന്നെ തിരിച്ചു, അങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ പോയാണ് വരുന്നത്. അപ്പോൾ സിനിമ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവുള്ളൂ. ചിലവർക്ക് ആ ഒരു സംഭവം പിടിക്കണമെന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫ് എനിക്ക് വളരെ എൻഗേജിങ് ആയിട്ട് ഫീൽ ചെയ്തു. ഈവൻ റൊമാൻസിൻ്റെ കുറച്ച് പോർഷനൊക്കെ കാണിക്കുന്നതൊക്കെ എനിക്ക് വർക്കായി. സ്പീക്കിംഗ് ഓഫ് റൊമാൻസ്, ഇതിനകത്ത് നടിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് വളരെ ചെറിയൊരു പോർഷനുള്ളൂ അഭിനയിച്ചിരിക്കുന്നത് മലയാളി കൂടിയായിട്ടുള്ള മോനിഷയാണ്. മോനിഷ നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, നമ്മുടെ റോഷൻ ആൻഡ്രോസിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത ആളാണ്. ഇവിടെ എറണാകുളത്തൊരു റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. പിന്നെ ആൾ നമ്മുടെ സ്കീ ഐസ്ക്രീംസിൻ്റെയൊക്കെ പരസ്യങ്ങൾ പലയിടങ്ങളിൽ കാണാം. അതുപോലെ എനിക്ക് തോന്നുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ആണോ നക്ഷത്രമാണോ ഏതൊരു ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ മോഡലായിട്ടൊക്കെ വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ പിന്നെ അതുകൂടാതെ ഒരു ന്യൂ നോർമൽ എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്. ഒരു ക്യൂർ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലെസ്ബിയൻ ആയിട്ടുള്ള ഒരു കപ്പിളുടെ ഒരു കഥ പറഞ്ഞു പോകുന്നൊരു ഷോർട്ട് ഫിലിമാണ്. അനഘയാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. മോനിഷ അഭിനയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡയറക്ടർ കൂടിയാണ്. എനിക്ക് പുള്ളിക്കാരുടെ വർക്ക് പൊതുവെ ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ആൾ ഇതിനകത്ത് നായികയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. കൊടുത്തിരിക്കുന്ന റോള് വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ക്യൂട്ട് ഒരു ക്യാരക്ടറാണ്. സ്കൂൾ പ്രണയം, കോളേജ് പ്രണയം സീനിലാണ് പോണത്. സ്കൂൾ തൊട്ട് കോളേജ് വരെയുള്ള അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഒരു ക്യാരക്ടറാണ് പോയിരിക്കുന്നത്. ആ ഒരു എവല്യൂഷൻ ഉണ്ട് ഫ്രം സ്കൂൾ ടു കോളേജ് എന്നുള്ള രീതിയിലുള്ള ആൾ കൊടുത്തിരിക്കുന്ന റോള് വളരെ ക്യൂട്ടായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്.
നായകന് പറയുമ്പോഴേക്കും നായകൻ ചിലയിടങ്ങളിൽ മികച്ച് നിൽക്കുന്നുണ്ട്, ചിലയിടങ്ങളിൽ ഭയങ്കര റെപ്പറ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുക. അതായത് നായകൻ കുറേ സമയത്തേക്ക് നായകൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ കഞ്ചാവ് വലിക്കുക, സിഗരറ്റ് വലിക്കുക, വെള്ളം അടിക്കുക, അടിയുണ്ടാക്കുക. ഇത് തന്നെ മറ്റേ വന്ത സുത്ത സത്ത റിപ്പീറ്റ് എന്ന് പറഞ്ഞ പോലെയാണ് ഈ സാധനം പോകണം. അതായത് വെള്ളമടിക്കുക, കഞ്ചാവ് വലിക്കുക, സിഗരറ്റ് വലിക്കുക, അടി പിടിക്കുക, ഇത് തന്നെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനത്തെ സെറ്റപ്പാണ് നായകൻ്റെ ഒരവസ്ഥ. എനിക്ക് നായകൻ അത്ര ഇമ്പ്രസീവായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ എൻഡിങ്ങിലേക്ക് മുന്നേ നമ്മൾ ഫസ്റ്റ് ഹാഫിന് ശേഷമുള്ള കാര്യം പറയാം. ഫസ്റ്റ് ഹാഫ് ഒരു എൻഗേജിങ് ആയിട്ട് പോയിട്ട് സെക്കൻഡ് ഹാഫ് തുടക്കം തൊട്ട് പടം ഇങ്ങനെ ലാഗാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ലാഗ് ഫീൽ ചെയ്തു. പക്ഷേ എൻഡിങ് നോട്ട്, മിക്ക സിനിമകളും എൻഡിങ് നോട്ട് നന്നായാൽ തന്നെ നമുക്കിങ്ങനെ ആ ഒരു ഭാഗം നന്നായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചെങ്കിലും ആ സിനിമയോട് ഇഷ്ടം തോന്നും. ആ സെക്കൻഡ് ഹാഫിലെ ലാഗ് നമുക്ക് മറികടക്കാൻ പറ്റിയെന്ന് വേണമെങ്കിൽ പറയും. അങ്ങനത്തെ ഒരു ഫീൽ ഇതിൻ്റെ എൻഡിങ്ങിലുണ്ട്. എൻഡിങ് കൊലക്കൻ എൻഡിങ് ആയിരുന്നു. കട്ട വയലൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയില്ല ഇടിച്ച് പഞ്ഞിയാക്കി എന്നൊക്കെ, അല്ലെങ്കിൽ അങ്ങനെയല്ല, ഇടിച്ച് ചമ്മന്തിയാക്കി എന്ന് പറയേണ്ടി വരും. ലിറ്ററലി ചമ്മന്തിയാക്കിയ ആളാണ്, അടിച്ച് പൊളിക്കണ തലയൊക്കെ. അപ്പോൾ ഇടിച്ചെന്ന് പറഞ്ഞാൽ എന്താ പറയുക, എന്തോ ഒരു ഭയാനകമായ ഒരു ഗ്യാസ് സിലിണ്ടർ എന്താണെന്ന് വെച്ചാൽ ഇടിച്ച് പൊളിക്കും എന്താണ് വില്ലൻ്റെ തല. അതുപോലെ വേറൊരാളെ മറ്റേ ഇതില്ലേ ഗ്യാങ്സ്റ്റർ, മറ്റേ കയ്യിൽ ഇടിവള എല്ലാ സാധനം ഉണ്ടല്ലോ, ആ സാധനമായിട്ട് ഇടിച്ച് മുഖം പൊളിക്കും. വയലൻസിൻ്റെ പീക്കുണ്ട്, കട്ട വയലൻസാണ് പടത്തിൽ. അതുപോലെ ഒരുത്തിനെ ചെറിയ ഇങ്ങനെ നമ്മുടെ ഈ ബോക്സൊക്കെ ഇങ്ങനെ പൊളിക്കാൻ ഉപയോഗിക്കണം, മറ്റേ ആ കത്തിയില്ല, അത് വെച്ചിട്ട് ഇങ്ങനെ ചെവിയുടെ അറ്റമൊക്കെ കീറുമ്പോഴേക്കണൊക്കെ ഉണ്ട്. ഭയങ്കര വയലൻസാണ് പടം. എന്താണ് കുറേയൊക്കെ കാണിക്കുന്നുമുണ്ട്. ഇപ്പോൾ ഇടിച്ചു പൊളിക്കണൊക്കെ ശരിക്കും കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻഡിങ് ഭയങ്കര പഞ്ച് എൻഡിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കം ഉണ്ടായിരുന്ന ആ ഒരു പോർഷൻ, ആ ഒരു നല്ല ലാഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഉറക്കമൊക്കെ വന്നിട്ടാണ് ആ ഒരു ലാഗ് പോർഷൻ എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റി, ആ പവർഫുൾ എൻഡിങ് കാരണം. പക്ഷേ മൊത്തത്തിൽ സിനിമ നോക്കുമ്പോൾ ഒരു എബോ ആവറേജ് അനുഭവം എന്ന് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. അനുഭവം അതിൻ്റെ ഇടയിൽ നല്ല പോലെ ഉറങ്ങിയൊക്കെ പോയിട്ടാണ്. അപ്പോൾ സിനിമ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ മേക്കിംഗ് മികച്ച് നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് ഫീൽ ചെയ്തത്. ഈ സിനിമ എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ തിയേറ്ററിൽ കണ്ടിട്ടേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇത് OTT-യിലേക്ക് വരുമ്പോൾ എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റും അടങ്ങിയിരുന്ന് നിങ്ങൾ കാണുമെന്നൊക്കെ എനിക്ക് സംശയമാണ്. എനിക്കറിയില്ല. എന്തായാലും പടത്തിൽ ആ റൊമാൻറ്റിക് പോർഷൻസ് ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തു. നല്ല മേക്കിങ്ങിലും പടം മികച്ച് നിൽക്കുന്നുണ്ട്. ആസ് എ ഹോൾ ഒരു സിനിമയായിട്ട് കൺസിഡർ ചെയ്യുമ്പോഴേക്കും കുഴപ്പമില്ല, ഒരു ആവറേജ്, മോശമല്ല. പക്ഷേ സെക്കൻഡ് ഹാഫിലെ ലാഗും ഒക്കെ വന്നുകൊണ്ടാണെന്നുകൊണ്ട് ഒരു ഭയങ്കര മികച്ച ഒരു സ്ക്രീൻ പ്ലേയോ അല്ലെങ്കിൽ ഭയങ്കര മികച്ച് നിൽക്കുന്ന ഒരു കഥയോ സംഭവമായിട്ടൊന്നും എനിക്കങ്ങനെ ഫീൽ ആയില്ല കേട്ടോ. അതിൻ്റെ മാത്രം കുഴപ്പമായിരിക്കാം. എന്തായാലും ഇതാണ് എനിക്ക് പടത്തെ പറ്റി ഫീലായത്. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ എങ്ങനെയുണ്ടെന്നുള്ള പറയുക. എഡിറ്റിക്കും ക്യാമറകൾക്കും ഒരു രക്ഷയില്ല. ഇതിൻ്റെ എഡിറ്ററും ക്യാമറാമാനും അതുപോലെ മ്യൂസിക് ചെയ്തിരിക്കുന്ന ഗോവിന്ദ് വസന്ത്, ഇവർ 3 പേരുടെയാണ് ഈ സാധനം. അവരാണ് ഈ പടത്തിലെ താരങ്ങൾ. ഒബ്വിയസ്ലി ഇത്രയും കാര്യം നന്നാവണമെങ്കിൽ ഡയറക്ഷൻ നന്നാവണം. ഡയറക്ഷൻ നന്നായിട്ടുണ്ട്. പക്ഷേ ഒരു സിനിമ മൊത്തത്തിൽ നന്നായിട്ട് കിടിലായിട്ട് ഡയറക്റ്റ് ചെയ്തെന്ന് പറയണമെങ്കിൽ അതിൻ്റെ ഔട്ട് അത്ര എൻഗേജിങ് ആയി വന്നാലേ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സ്ക്രീൻ പ്ലേയും അതുപോലെ തന്നെ ഡയറക്ഷനും കുറച്ചും കൂടി എന്താണ് എന്തെങ്കിലുമൊക്കെ കുറച്ചുകൂടി സെറ്റപ്പ് ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി എനിക്ക് ഈ സിനിമ കൂടുതലായി ആസ്വദിക്കാൻ പറ്റിയേനെ. എന്തായാലും ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ ആസ്വദിച്ചു, എൻഡിങ്ങും ആസ്വദിച്ചു. സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ ഭയങ്കര ഡ്രാഗായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. അതാണ് സിനിമയെ പറ്റി തോന്നി കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ അടുത്ത ആഴ്ചയാണ് പടങ്ങളുടെ പൂരം. നേര്, ഡങ്കി, അക്വാമാൻ 2, സലാർ. ധന്യനായി ഞാൻ. ഇതെല്ലാം കാണുന്നുണ്ട്. സ്പെഷ്യൽ സ്ഥലങ്ങളിലാണ് കാണാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണുക, വീഡിയോസ് എല്ലാം നോക്കുക. എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട്, വീഡിയോസൊക്കെ കാണുക. അപ്പോൾ നാളെ വേറെ വീഡിയോ ഇട്ടണം. ബൈ ബൈ.